എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും ധൈര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. പക്ഷേ ഇതിന്റെ വീഡിയോ ക്ലിപ്പുകൾ എനിക്ക് ഇവിടെ വെക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ബ്ലർ ചെയ്ത് ചെറുതായിട്ട് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ കാരണം യൂട്യൂബിന് ഒരുപാട് പോളിസികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പോളിസി തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്ക് തരും, കോപ്പിറൈറ്റ് കിട്ടും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതായത് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമുക്കറിയാം അഘോരി സന്യാസിമാരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ. എനിക്ക് വളരെ ഇഷ്ടമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ. അപ്പൊ അഘോരികളെ കുറിച്ചിട്ട് ഇന്നത്തെ കാലത്ത് ആർക്കാണ് അറിയാത്തത്? ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം അഘോരികൾ എന്താണ്, ആരാണെന്നൊക്കെ അല്ലേ. ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് കാരണം ഇത്തരത്തിലെ കാര്യമൊക്കെ നമുക്ക് യൂട്യൂബിലൂടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അഘോരികളുടെ പ്രത്യേകതകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അവരുടെ വസ്ത്രധാരണ, അവരുടെ ഭക്ഷണം, അവരുടെ ജീവിതശൈലി, അതൊക്കെ അല്ലേ. ഈ ഒരു വീഡിയോയിൽ എന്താണ് അഘോരികൾക്ക് ഇത്രയധികം പ്രസക്തി എന്ന് ചോദിക്കുന്നുണ്ടാവും. ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തിനാ ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് അഘോരികളെ കുറിച്ച് പറയുന്നതെന്ന്. പറയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അഘോരികൾ സാധാരണയായിട്ട് അവരുടെ പൂജയിലൊക്കെ അവർ കൂടെ കൊണ്ടു നടക്കാനൊക്കെ ആയിട്ട് തലയോട് കൊണ്ടു നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അഘോരികൾ കൊണ്ടു നടക്കുന്ന ആ ഒരു തലയോടെന്ന് പറഞ്ഞാൽ ഈ ഒരു ശവം കത്തിക്കുമല്ലോ, ആ ഒരു കത്തിക്കുന്ന സമയത്ത് തലയോട് ഫുള്ളായിട്ട് കത്താതെ ഉള്ള തലയോടുകളുണ്ട്. ആ ഒരു തലയോടാണ് അഘോരികൾ കൂടുതലായിട്ട് കൊണ്ടു നടക്കുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള പൂജകളും കാര്യങ്ങളായിട്ട് ചില അഘോരികളൊക്കെ ഈ തലയോടിനുള്ളിൽ വെള്ളം എടുത്ത് വായിൽ കൊള്ളുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, വീഡിയോയിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അഘോരികള് അവരുടെ പൂജയ്ക്കും കാര്യങ്ങൾക്കും ആയിട്ട് അവർ തലയോട് കൂടെ കൊണ്ടു നടക്കുന്നു. അവർ കൂടുതലായിട്ട് ഉപാസിക്കുന്നതെന്ന് പറഞ്ഞാല് മഹാദേവനെയും, അതായത് പരമശിവനെയും അതുപോലെ തന്നെ ചുടല ഭദ്രകാളിയമ്മയെയുമാണ് അവർ പൂജിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തലയോട് അവര് കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ കൊണ്ടു നടക്കുന്ന തലയോടെന്ന് പറഞ്ഞാല് ശവം കത്തിയതിൽ നിന്നും എടുക്കുന്ന തലയോടാണ്. പക്ഷെ എന്നാൽ ഈ തലയോട് വെച്ചിട്ട് ബിസിനസ് ആക്കി കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക. ഇത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കെട്ടുകഥയായിട്ടൊക്കെ ചിലർക്ക് തോന്നുന്നുണ്ടാവാം, പക്ഷെ ഇത് കഥയല്ല, ഇത് റിയലാണ്. ശരിക്കും ഈ ഒരു സംഭവം നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നോർത്തിലാണ്. നോർത്തിൽ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. അപ്പോൾ അതായത് തലയോടുകള് ഈ അഘോരികൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്, ദുർമന്ത്രവാദത്തിനൊക്കെ, അതായത് ബ്ലാക്ക് മാജിക്കിനൊക്കെ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ തലയോട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തലയോടുകൾ എത്തിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ പ്രതിഫലം കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ചില ആളുകൾ, ഒരുപാട് ആളുകൾ അങ്ങനെ തലയോടെ എടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു പയ്യനാണ്. ഈ ഒരു പയ്യന്റെ പേര് എനിക്ക് അറിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇവനൊരു ചാനൽ തന്നെ ഉണ്ട്. ഈ ചാനലിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ശ്രദ്ധിക്കാനായിട്ട് ഇടയായത്. പക്ഷേ ഇന്ത്യയിൽ നടക്കുന്ന ഈ ഒരു സംഭവമായിട്ട് പോലും ഇതിനൊന്നുമെതിരെ നമ്മുടെ ഗവൺമെന്റ് പ്രതികരിക്കുന്നില്ല, ഇവനെയൊന്നും അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്. ഈ ഒരു ചെറുക്കൻ എന്ന് പറഞ്ഞാല് ബിസിനസ് ആക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാല് രാത്രി കാലങ്ങളിലാവുമ്പോൾ, പകൽ മുഴുവനും ഇവനിങ്ങനെ ചുള്ളൻ സ്റ്റൈലിലൊക്കെ നടക്കും, പക്ഷെ രാത്രി ആകുമ്പോൾ ഇവന്റെ രീതി അങ്ങ് മാറി. ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് കുറെ രുദ്രാക്ഷമാലകളും ഇട്ട് തലയിൽ ഒരു കെട്ടും കെട്ടി ഇവൻ ഒരു മുണ്ടൊക്കെ എടുത്തിട്ട് ഇവനങ്ങ് ഇറങ്ങും. എവിടേക്കാണെന്ന് അറിയാമോ? കുറച്ച് കൂട്ടാളികൾക്കൊപ്പം ചേർന്നിട്ട് ഇവൻ തലയോട് ശേഖരണത്തിനായിട്ടാണ് ഇറങ്ങുന്നത്. അതിനു വേണ്ടിയിട്ട് ഇപ്പോ ചുടലയിൽ ശരിക്കും കത്തി തീരാത്ത ആ ഒരു തലയോടൊന്നും അല്ല കേട്ടോ ഇവൻ എടുക്കുന്നത്. അതായത് ഡെഡ് ബോഡി അടക്കം ചെയ്യില്ലേ, ആ അടക്കം ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടാണ് ഇവൻ കളക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാല് നമുക്കറിയാലോ, ഡെഡ് ബോഡിയുടെ തലഭാഗം ഏതാണ്, കാൽഭാഗം ഏതാണെന്ന് നമ്മളിങ്ങനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ആ ഒരു തലയുടെ ഭാഗം കുഴിച്ച് താഴെ എത്തിയിട്ട് ആ ഒരു തല കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് ഒരു വാക്കത്തി വെച്ചിട്ട് ആ തല കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ആ തല ക്ലീൻ ചെയ്ത് അത് ശരിക്കും ഒരു ഓടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ദുർമന്ത്രവാദങ്ങളൊക്കെ നടത്തുന്ന ആളുകൾക്കൊക്കെ കൊണ്ടു കൊടുത്തിട്ട് അവർ കൊടുക്കുന്ന പൈസ മേടിക്കുന്നതാണ് ഇവന്റെയൊക്കെ ഒരു പണി എന്ന് പറഞ്ഞാല്. പക്ഷേ ഈ ഒരു സംഭവം ഇപ്പൊ ഈ ഒരു ചെയ്യുന്ന വൃത്തികേടുകളൊക്കെ ഇവൻ എടുത്തിട്ട് വീഡിയോ ആക്കാറുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഇൻസ്റ്റാഗ്രാമില് ഇവൻ ചെയ്യുന്ന ആ ഒരു ജോലിയുടെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. അതായത് ഇവന്റെ കൂടെ ഉള്ളവരൊക്കെ മുഖമൊക്കെ മറച്ചിട്ടുണ്ട്, മൂക്കിന്റെ അവിടം വരെ അവര് തുണി വെച്ച് മറച്ചിട്ടുണ്ട്. പക്ഷെ ഇവന് ഒരു കൂസലും ഇല്ല. ഇവൻ പക്കയായിട്ട് തുണി പോലും ഇട്ട് മറയ്ക്കാതെ വന്നിട്ട് ആ ഒരു ബഹുമാനവും ഇല്ലാണ്ട് ആരുടെയോ ബോഡി, ആ ഒരു ബോഡിയിൽ നിന്ന് ആ തല വെട്ടിമാറ്റുകയാണ്. ചില തലകളൊക്കെ ഇവൻ കുറച്ചൊക്കെ വെട്ടിയിട്ട് ലാസ്റ്റ് ഇവൻ ലാസ്റ്റ് വരുമ്പോൾ ഇവൻ വലിച്ച് പിടിച്ച് പുഴുത് പറിച്ചിങ്ങെടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കുമ്പോൾ ചീഞ്ഞളിഞ്ഞ തലയോടുകളാണ് മൊത്തം. അതായത് ഒരു മനുഷ്യനെ അടക്കം ചെയ്തതാണല്ലോ, അത് ചീഞ്ഞളിഞ്ഞ തലയോടുകൾ. അതെടുത്തിട്ട് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അത് കൊണ്ട് കൊടുക്കുന്ന ഇവന്റെയൊക്കെ മനസ്സെന്ന് പറഞ്ഞാലുണ്ടല്ലോ. ശരിക്കും അതിനേക്കാളേറെ എന്നെ ഞെട്ടിച്ചത് ഇവനെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്താ അല്ലേ, നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഇന്ത്യ രാജ്യത്ത് ഒരു നിയമ സംവിധാനമൊന്നും ഇല്ലേ ഇവിടെ? ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് നിയമത്തിനൊന്നും ഒരു പ്രാധാന്യം ഇല്ലേ? ഇത്തരത്തിലുള്ള വലിയ തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ ഒന്നും ചെയ്യാനുള്ള വകുപ്പില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിയമത്തെ പോലും ഒരു ഭയവും ഇല്ലാഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൊണ്ടുവന്ന് ഇടുന്നത്.
ഇത്തിരിയെങ്കിലും ഭയമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നു അത് രഹസ്യമാക്കി വെക്കാനെങ്കിലും ശ്രമിക്കില്ലേ? അപ്പോൾ ആരെയും ഒരു ഭയവുമില്ല. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ഒരു നിയമമുണ്ട്. ഒരു ബോഡി അടക്കം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പുറത്തെടുക്കണമെങ്കിൽ ഒരുപാട് നൂലാമാലകളുണ്ട്. അങ്ങനെയുള്ള ഈ രാജ്യത്താണ് ഇവനൊക്കെ രാത്രി കാലങ്ങളിൽ പോയിട്ട് ആരെയെങ്കിലും കുഴിച്ചിട്ടിരിക്കുന്നതിന്റെ മണ്ണ് മാന്തി അതിൽ നിന്നും തല കട്ട് ചെയ്ത് എടുത്തോണ്ട് വന്ന് അതിനെ നുള്ളി പിന്നി എന്താ പറയുന്നത്, ആകെ ഇതാക്കിയിട്ട് ഓടാക്കി കൊണ്ടുവന്ന് കൊടുത്ത് പണം തട്ടുന്നത്. ഇതൊക്കെ കണ്ടിട്ടും പ്രതികരിക്കാതിരിക്കാൻ എങ്ങനെ തോന്നുന്നു? എനിക്കറിയില്ല. ഇവനൊക്കെ ഇടുന്ന ഈ ഒരു വീഡിയോ ഒന്നും ഒരു ഉദ്യോഗസ്ഥരും കണ്ടിട്ടില്ല ഇതുവരെയും. ഈ വീഡിയോകളൊന്നും നമ്മുടെ നിയമപാലകരാരും കണ്ടിട്ടില്ലെന്നാണോ? ഇനി അഥവാ കണ്ടിട്ടില്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ വീഡിയോ കാണുന്നവര് നിയമപാലകർക്കൊക്കെ ഇത് എന്തുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ല? ഇത് ഇന്ത്യയിലാണെന്നേ നടക്കുന്നത്. പകലൊക്കെ ചുള്ളൻ ചെക്കനായിട്ട് നടക്കും, പാന്റും ഉടുപ്പും ബർമുടയും ഒക്കെ ഇട്ട് ബൈക്കിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ചെത്തി നടക്കും. രാത്രി ആവുമ്പോൾ കുറെ രുദ്രാക്ഷ മാലകളും വാരിയിട്ട് നെറ്റിയിൽ കുറെ കുറിയിട്ട് തലയിൽ ഒരു വെട്ടൊക്കെ കെട്ടിയിട്ട് അവനങ്ങ് ഇറങ്ങും. സാധാരണയായിട്ട് നമ്മളൊരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യന്റെ ബോഡി ആ ഒരു നേരത്തോട് നേരം ആവുമ്പോൾ തൊട്ട് സ്മെല്ലടിച്ചു തുടങ്ങും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ചീഞ്ഞളിഞ്ഞ ബോഡി പോയി എടുത്ത് ഈ വിധത്തിൽ ചെയ്യുന്നത്. വല്ലാത്ത ജാതി. എന്തായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല. വീഡിയോ കണ്ടിട്ട് ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.